നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലമാണ്. കേരളം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചൂടിലാണ്. വലിയ പോരാട്ടം തന്നെ മിക്ക മണ്ഡലങ്ങളിലും കേരളത്തിലെ മിക്ക മണ്ഡലങ്ങളിലും നടക്കുന്നുണ്ട്. മൂന്ന് മുന്നണികളും വലിയ പോരാട്ടം പ്രചരണത്തിൽ കാഴ്ചവെക്കുന്നുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടം കേരളത്തിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെ കേരളത്തിൽ നടന്നതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ നടക്കാൻ പോകുന്നത് എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് സർവേകളുടെ കൂടി കാലമാണ്. പ്രീ പോൾ സർവേകളും എക്സിറ്റ് പോൾ സർവേകളും എല്ലാം ജനങ്ങൾ വളരെയധികം കൗതുകത്തോടു കൂടി നോക്കിയിരിക്കാറുണ്ട്. കാരണം ഓരോ തെരഞ്ഞെടുപ്പിലും ആരായിരിക്കും വിജയിക്കുക എന്ന പ്രവചനമായി ആണ്, ഈ ശാസ്ത്രീയമായ പ്രവചനമാണ് ഈ തെരഞ്ഞെടുപ്പ് സർവേകളിലെല്ലാം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആർക്കായിരിക്കും മുൻതൂക്കം എന്നൊക്കെ അറിയാൻ ജനങ്ങൾക്ക് അത് വലിയ ആകാംക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഇവരെല്ലാം ഈ തെരഞ്ഞെടുപ്പ് സർവേകൾ വളരെയധികം ഉത്സാഹപൂർവ്വം നോക്കുന്നത്. അത്തരത്തിൽ ഒന്നോ രണ്ടോ സർവേകൾ ഇതിനോടകം തന്നെ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേരളത്തിൽ, രാഷ്ട്രീയ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടുതൽ പ്രേക്ഷകർ താല്പര്യത്തോടു കൂടി കാണുന്നതാണ്. കാരണം എല്ലാ ഘട്ട തെരഞ്ഞെടുപ്പുകളും പൂർത്തിയായതിനു ശേഷം ഫലപ്രഖ്യാപനത്തിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പായിരിക്കും എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മുടെ മുന്നിലെത്തുക. ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ കുറച്ചുകൂടി അഭിപ്രായ സർവേകളേക്കാൾ കൃത്യമായിരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് അഭിപ്രായ സർവേകളേക്കാൾ കൂടുതൽ മുൻതൂക്കം നൽകുക. എന്തായാലും പ്രീ പോൾ സർവേകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രീ പോൾ സർവേ വലിയ രീതിയിൽ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനമായ മനോരമ നടത്തുന്ന പ്രീ പോൾ സർവേയാണ്. മനോരമ സീ വോട്ടർ പ്രീ പോൾ സർവേ. അത് ഘട്ടം ഘട്ടമായിട്ടാണ് നടപ്പിലാക്കുക. 2 ഘട്ടം സർവേ ഫലങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആ പുറത്തു വന്ന വിവരങ്ങൾ അതിപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. എന്തായാലും മലബാറിലെയും, അതായത് വടക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും 5 ജില്ലകൾ വീതം ആണ് ഓരോ 2 ഘട്ടമായി ഈ പ്രീ പോൾ സർവേ ഫലങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. വടക്കൻ മേഖലയിലെ 5 ജില്ലകൾ, മധ്യ കേരളത്തിലെ 5 ജില്ലകൾ. ഈ 2 ഘട്ടം സർവേ, മനോരമ സർവേ പുറത്തു വരുമ്പോൾ ഇനിയിപ്പോൾ തെക്കൻ മേഖലയിലെ 4 ജില്ലകളിലെ ഫലം കൂടി മാത്രമാണ് പുറത്തു വരാനുള്ളത്. അത് ഇന്നോ നാളെയോ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 2 ഘട്ടങ്ങൾ പുറത്തു വരുമ്പോൾ മനോരമ സർവേ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് അന്തിമ രൂപം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇങ്ങനെയായിരിക്കുമെന്നാണ്. അതായത് വടക്കൻ കേരളത്തിലാകെ 48 മണ്ഡലങ്ങൾ. ഈ 48 മണ്ഡലങ്ങളിൽ 25 മുതൽ 34 സീറ്റുകൾ വരെ UDF ലഭിക്കും. 14 മുതൽ 23 സീറ്റുകൾ വരെ LDF ലഭിക്കും. 0 മുതൽ 1 സീറ്റ് വരെ NDA ലഭിക്കും എന്നാണ് മനോരമ സർവേ ഫലം പറയുന്നത്. എന്ന് പറഞ്ഞാൽ UDF വടക്കൻ കേരളത്തിൽ വലിയ മുൻതൂക്കമാണ് മനോരമ സർവേ പ്രവചിക്കുന്നത്. LDF വലിയ രീതിയിലുള്ള സീറ്റ് കുറവ് അനുഭവപ്പെടും, സീറ്റ് കുറവുണ്ടാകും എന്നും ഈ സർവേ ഫലം പ്രവചിക്കുന്നുണ്ട്. 2ാം ഘട്ടമായി വന്ന മധ്യ കേരളത്തിൻ്റെ വിവരങ്ങൾ അതനുസരിച്ച് ആകെ മധ്യ കേരളത്തിൽ 53 സീറ്റ്. ഇതിൽ 20 മുതൽ 24 സീറ്റുകൾ വരെ UDF 12 മുതൽ 16 സീറ്റുകൾ വരെ LDF പ്രവചിക്കുന്നു. അവിടെയും BJP അല്ലെങ്കിൽ NDA 0 മുതൽ 1 സീറ്റ് വരെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മധ്യ കേരളത്തിലും ഈ വടക്കൻ കേരളത്തിൽ എന്ന പോലെ മനോരമ പറയുന്നത് UDF വലിയ മാർജിനിൽ ലീഡ് ചെയ്യുമെന്നാണ്. വലിയ രീതിയിലുള്ള ഇടിവ് സീറ്റുകളുടെ എണ്ണത്തിൽ LDF മധ്യ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നും ഈ സർവേ പറയുന്നുണ്ട്. BJP ഈ 2 ഘട്ടങ്ങളിലുമായി 2 സീറ്റുകൾ മാത്രമാണ്. അതായത് മൊത്തത്തിൽ 101 സീറ്റുകളുടെ ഫലം ഇതിനോടകം തന്നെ മനോരമ പ്രവചിച്ചിരിക്കുന്നു. ഇതിൽ 57 മുതൽ 65 സീറ്റുകൾ വരെ UDF 36 മുതൽ 44 സീറ്റുകൾ വരെ LDF 0 മുതൽ 2 സീറ്റുകൾ വരെ NDA മനോരമ സർവേ ഫലം പ്രവചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് വ്യാപകമായി നേരത്തെ തന്നെ ഈ C4 സർവേയൊക്കെ പുറത്തു വന്നിരുന്നു. അതൊക്കെ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു. C4 സർവേയിൽ വലിയ മുൻതൂക്കമാണ് NDA പ്രവചിക്കുന്നത്. മന്ത്രിസഭയ്ക്ക് വരെ സാധ്യതയുണ്ട് എന്ന് C4 സർവേ പ്രവചിച്ചിരുന്നു. അത് നമ്മൾ വാർത്തയായി നൽകിയിരുന്നത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടായിരിക്കും. അത്തരത്തിൽ C4 സർവേയും അതോടൊപ്പം തന്നെ മറ്റു പല ഏജൻസികളുമെല്ലാം ഇതിനോടകം തന്നെ സർവേ ഫലങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് LDF UDF എന്ന് ആ സർവേകളിലെല്ലാം പറയുന്നു. BJP വലിയ മുൻതൂക്കം, അതായത് 1 സീറ്റ് പോലും ഇല്ലാതിരുന്ന BJP
9 മുതൽ 14 സീറ്റുകൾ വരെ ലഭിക്കും എന്ന് ഈ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുണ്ട് എങ്കിലും ആ സർവേകളിലെല്ലാം പറഞ്ഞിരുന്നത് LDFന് നേരിയ മുൻതൂക്കമുണ്ട് എന്നാണ്. ഒരു തുടർ ഭരണം ഉണ്ടാകാനുള്ള സാധ്യതയും അത് പറയുന്നുണ്ട്. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ ആ സർവേകളിലെല്ലാം നിഴലിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇപ്പോൾ മനോരമയുടെ ഈ സർവേ ഫലം. 2 ഘട്ടം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. 4 ജില്ലകളുടെ സർവേ ഫലം പുറത്തു വരാനുണ്ട്. ആ ഘട്ടത്തിൽ മനോരമ പറയുന്നത് 57 മുതൽ 65 സീറ്റുകൾ വരെ UDFനെന്നാണ്, 36 മുതൽ 44 സീറ്റുകൾ വരെ LDFനെന്നുമാണ്. അതായത് ഇഞ്ചോടിഞ്ചൊന്നും ഇവിടെ പറയുന്നില്ല. വ്യക്തമായ ഭൂരിപക്ഷം ഈ 2 ഘട്ടം പുറത്തു വരുമ്പോൾ UDFന് നൽകുന്നുണ്ട്. അതായത് കേവല ഭൂരിപക്ഷത്തിന് ഇനി വെറും 6 സീറ്റുകളുടെ കുറവ് മാത്രമേ UDFനുള്ളൂ. ഒരു 4 ജില്ലകളുടെ ഫലം പുറത്തു വരാനിരിക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് മനോരമയുടെ ഈ സർവേ ഫലം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാത്തത്. ആളുകൾ ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ മനോരമയുടെ സർവേ ഫലത്തിന് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് വ്യാപകമായി പറയുന്നു. അത് മറ്റൊന്നുമല്ല, ഒരു പൊളിറ്റിക്കൽ ചായ്വാണ്. ഇത് നിഷ്പക്ഷമായിട്ട് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു സർവേ ഫലമാണോ എന്ന് ജനങ്ങൾക്ക് സംശയമുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതവർ ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുമുണ്ട്. ഈ കാർഡാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തൊട്ട് മുന്നോടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് തൊട്ട് മുമ്പ് മനോരമയിൽ വന്ന ഒരു സർവേ ഫലത്തിൻ്റെ ഒരു ചെറിയ ഉദാഹരണം, ഒരു മണ്ഡലത്തിലെ പ്രവചനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം മനോരമയെയും അതുപോലെ തന്നെ മനോരമയുടെ ഈ സർവേ ഫലം, ഇപ്പോൾ പുറത്തിറങ്ങിയ സർവേ ഫലം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെയും ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഫലം എന്താകും എന്നുള്ളതിനെക്കുറിച്ചുള്ള മനോരമയുടെ പ്രവചനമാണ്. ആ പ്രവചനത്തിൽ മുരളീരവം രണ്ടാമത് സുനിലേട്ടൻ എന്നാണ്. അതായത് BJPക്ക് വലിയ വിജയ സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. ആ തൃശ്ശൂർ മണ്ഡലത്തിൽ മുരളീധരൻ എന്ന UDF സ്ഥാനാർത്ഥി, മുരളീധരൻ എന്ന UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും തൃശ്ശൂരിൽ സുരേഷ് ഗോപി, വലിയ വിജയസാധ്യത ചർച്ച ചെയ്യപ്പെട്ടിരുന്ന സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് മനോരമ അന്ന് പറഞ്ഞിരുന്നത്. അതും അഭിപ്രായ സർവേ അല്ല, എക്സിറ്റ് പോളിലാണ് എന്ന് ഓർക്കണം. കാരണം അഭിപ്രായ സർവേയേക്കാൾ കൂടുതൽ കൃത്യമാകേണ്ട ഒരു സർവേയാണ് എക്സിറ്റ് പോൾ. അവിടെയാണ് ഇങ്ങനെ ഒരു ബ്ലണ്ടർ അന്ന് മനോരമ വിളിച്ചു പറഞ്ഞത്. അത് മനോരമയ്ക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, UDFന് അനുകൂലമായിട്ട് ഒരു സർവേ ഫലം പുറത്തിറക്കുക. അത് എക്സിറ്റ് പോളിൽ അങ്ങനെ ഒരു സർവേ ഫലം പുറത്തിറങ്ങിയിട്ട് UDFന് എന്ത് രാഷ്ട്രീയ ലാഭം? കാരണം എക്സിറ്റ് പോൾ വരുന്നത് വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമാണ്. തെരഞ്ഞെടുപ്പ് ഫലം, അതായത് എല്ലാ ഘട്ടങ്ങളിലെയും വോട്ടിംഗ് അവസാനിച്ചതിന് ശേഷമാണ് ഈ എക്സിറ്റ് പോൾ വരുന്നത്. അവിടെ UDF അനുകൂല ചായ്വ് പ്രകടിപ്പിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അവിടെ UDFന് 37.53% വോട്ട് തൃശ്ശൂരിൽ മനോരമ പ്രവചിച്ചു. LDFന് 30.72% വോട്ട് അവിടെ പ്രവചിച്ചു. അതോടൊപ്പം തന്നെ NDAക്ക് 29.55% വോട്ട് മാത്രമാണ് അവിടെ എക്സിറ്റ് പോൾ ഫലമായി മനോരമ നൽകിയത്. UDF വിജയിക്കുമെന്നും 6.81% വോട്ടിൻ്റെ ലീഡ് അവിടെ ഉണ്ട് എന്നും, 6.81% എന്ന് ഓർക്കണം, ചില്ലറ കാര്യമല്ല, അത്ര വലിയ ഒരു ലീഡ് അവിടെ ഉണ്ട് എന്നുമാണ് മനോരമ എക്സിറ്റ് പോളിൽ, അല്ലെങ്കിൽ മനോരമ VVR എക്സിറ്റ് പോൾ 2024 അന്ന് പ്രവചിച്ചിരുന്നത്. ഇത് ഇത്രയധികം രാഷ്ട്രീയ അനുകൂലത പ്രകടിപ്പിക്കുന്ന ഒരു മാധ്യമം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സർവേ ആണ് മനോരമ സർവേ എന്ന് ഏതാണ്ട് എല്ലാവർക്കും ബോധ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തവണ ഈ പ്രീ പോൾ സർവേയിൽ UDFന് വലിയ മുൻതൂക്കം പ്രവചിച്ചിരിക്കുന്ന മനോരമയുടെ സർവേ ആരും വിശ്വാസത്തിൽ എടുക്കാത്തത് എന്നാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ മനോരമയുടെ പൊളിറ്റിക്കൽ ചായ്വ്, അല്ലെങ്കിൽ UDFനോട് ഒരു ചായ്വ് പ്രകടിപ്പിക്കുന്ന, സാധാരണയായി അങ്ങനെ പ്രകടിപ്പിച്ച് വരാറുള്ള ആ ഒരു മനോരമയുടെ ഈ സർവേയിൽ പോലും UDFന് 100 സീറ്റ് തികച്ച് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം 101 മണ്ഡലങ്ങൾ കഴിയുമ്പോൾ UDFന് 65 സീറ്റുകൾ മാത്രമാണ് പ്രവചിക്കുന്നത്. അതും 57 മുതൽ 65 സീറ്റുകൾ വരെ. ഇനി 4 ജില്ലകളിലുമായി കൂടിയത് കുറഞ്ഞത് 35 സീറ്റുകളെങ്കിലും UDFന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ തീർത്തും അസാധ്യമാണ്. കാരണം LDFന് മുൻതൂക്കമുള്ള കൊല്ലം ജില്ലയും തിരുവനന്തപുരം ജില്ലയും ഒക്കെയുള്ള മണ്ഡലമാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് 35 സീറ്റുകൾ ഇനിയും UDFന് ലഭിക്കുമെന്ന് പറയുന്നത് തീർച്ചയായും മണ്ടത്തരമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ, അതായത് UDFനോട് രാഷ്ട്രീയ ചായ്വ് കാണിക്കുന്ന മനോരമയ്ക്ക് പോലും UDF 100 സീറ്റ് തികയ്ക്കില്ല. VD സതീശൻ്റെ അവകാശവാദം അങ്ങനെയായിരുന്നു. ആ അവകാശവാദം നോക്കിയാൽ 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നൊക്കെയാണ് വളരെയധികം
ആത്മവിശ്വാസത്തോടെ അന്ന് വി ഡി സതീശൻ പറഞ്ഞത്. ഇന്നിപ്പോൾ UDF ക്യാമ്പിന് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിങ്ങിൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. ഇപ്പോൾ ഈ മനോരമ സർവേ കൂടി UDFനെ കൈവിടുകയാണ്. 100 സീറ്റ് എത്തില്ല എന്നാണ് മനോരമ സർവേ പോലും പറയുന്നത്. അപ്പോൾ യഥാർത്ഥ സ്ഥിതി എന്താകും എന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. NDAക്ക് മറ്റു സർവേകളെല്ലാം ഏതാണ്ട് 9 മുതൽ 14 സീറ്റുകൾ വരെ പറയുമ്പോൾ ഇവിടെ മനോരമ സർവേ 2 സീറ്റുകൾ മാത്രമാണ് നൽകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും. തൃശ്ശൂരിലെ ഫലം 2024 തൃശ്ശൂരിൽ മനോരമ പ്രവചിച്ചതും യഥാർത്ഥ ഫലം എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ മനോരമ സർവേ ഫലങ്ങൾ അത് തീർച്ചയായും സൂക്ഷിച്ചു വയ്ക്കേണ്ടതുണ്ട്. അന്തിമ ഫലം വന്നതിന് ശേഷം എന്തായിരിക്കും, മനോരമ പറഞ്ഞതാണോ ശരി എന്ന് കൃത്യമായി നമുക്കറിയാൻ സാധിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.